പോളച്ചന് കണ്ണീരോടെ വിട നൽകി കൂപ്പടി ഗ്രാമം. ആലുവയിലെ തെരുവുനായ ആക്രമണത്തിൽ പരിക്കേറ്റ കൂപ്പടി സ്വദേശി പോളച്ചൻ പേവിഷബാധയേറ്റ് മരിച്ചു. ആലുവ ഗവൺമെന്റ് ആശുപത്രിയിൽ ഹെർണിയ സർജറിക്ക് വിധേയനായ പോളച്ചൻ ഡോക്ടറെ കാണാൻ ആശുപത്രിയിലേക്ക് വരുന്ന വഴിയാണ് കെഎസ്ആർടിസി സ്റ്റാൻഡിന് സമീപം വെച്ച പേപ്പട്ടി ആക്രമിച്ചത്. നായകടിയേൽക്കുന്നവർക്ക് സാധാരണ നൽകി വരുന്ന വാക്സിൻ പോളച്ചനും എടുത്തിരുന്നു. പോളച്ചനെയും മറ്റും കടിച്ച നായക്ക് പേവിഷബാധ ഉണ്ടായിരുന്നു എന്ന് സ്ഥിരീകരിച്ചതു മുതൽ ഭീതിയിലായിരുന്നു കടിയേറ്റവരും കുടുംബാംഗങ്ങളും. 2 ദിവസം മുമ്പാണ് പോളച്ചന് പേവിഷബാധയുടെ ലക്ഷണങ്ങൾ കണ്ടത്. പുലർച്ചെ എറണാകുളം ഗവൺമെന്റ് ആശുപത്രിയിൽ വച്ചായിരുന്നു അന്ത്യം. വൈകുന്നേരം 4:30 ആയത്തുപടി സത്യസഹായ മാതാപ്പള്ളിയിൽ വെച്ച സംസ്കാരം നടന്നു. അക്രമകാരികളായ തെരുവു നായ്ക്കളെ നിയമത്തിന്റെ പിൻബലത്തോടെ തെരുവിൽ തീറ്റിപ്പോറ്റി പട്ടികടി ഉറപ്പാക്കി വാക്സിൻ ചെലവാക്കുന്ന കമ്പനികൾ ആ വാക്സിന്റെ ഗുണനിലവാരമെങ്കിലും ഉറപ്പാക്കണമെന്ന് ജനസേവാ തെരുവുനായ വിമുക്ത കേരള സംഘം ചെയർമാൻ ജോസ് മാവിലി പറഞ്ഞു. ഇന്നലെ പെട്ടെന്ന് വിഷബാധയേറ്റ് അദ്ദേഹം മരണമടയുണ്ടായി. അതിനെ ഇവിടെ ജനങ്ങളെല്ലാവരും ഒരേ സ്വരത്തിൽ പ്രതിഷേധിക്കുകയാണ്. ഇന്നത്തെ സാഹചര്യം നോക്കുമ്പോൾ ഭയങ്കര സങ്കടാവസ്ഥയിലാണ് നമ്മുടെ കേരളം പോകുന്നത്. തെരുവുനായ്ക്കൾ നാട് മുഴുവനും വിലസുകയാണ്. ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ. അധികാരിക വർഗ്ഗങ്ങളും ഭരണാധികാരികളും ഉദ്യോഗസ്ഥരും ആരും ഇതിനെതിരെ പ്രതികരിക്കുന്നില്ല. മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ആരും മിണ്ടുന്നില്ല. ഇപ്പോൾ SFI, DYFI, യൂത്ത് കോൺഗ്രസ്, അതുപോലെ തന്നെ BJP ഒരു പാർട്ടികളും ഇതിനെതിരെ പ്രതികരിക്കുന്നില്ല. മനുഷ്യന് ജീവന് ഒരു വിലയില്ലാത്ത മാതിരിയാണ് പോകുന്നത്. ഇതിനെതിരെ ശക്തമായിട്ട് ഞങ്ങൾ ജനസേവാ ശിശുഭവന്റെ നേതൃത്വത്തിൽ ഒരു സംഘടന രൂപീകരിച്ചിട്ട് തെരുവുനായ വിമുക്ത കേരളം എന്നതിൽ പ്രവർത്തിക്കുകയാണ്. ഇപ്പോൾ ഇവിടെയുള്ള കൂപ്പടി ഈ പള്ളിയിലെ മുഴുവൻ ഇടവകങ്ങളും ഇപ്പോൾ ഞങ്ങളൊപ്പം അണിചേർന്നുകൊണ്ട് പ്രതിഷേധത്തിൽ പങ്കാളിയായിട്ടുണ്ട്. ഈ പ്രതിഷേധം കേരളമാകെ എത്തണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിനുവേണ്ടി ഞങ്ങൾ പരിശ്രമിക്കുകയാണ്. തെരുവുനായ വിമുക്ത കേരളം വളരെ പെട്ടെന്ന് നമുക്ക് സാധിച്ചെടുക്കണം. അത് വളരെ മസ്റ്റാണ്. അല്ലെങ്കിൽ ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. ജീവിതം വഴിമുട്ടുകയാണ് എല്ലാവരുടെയും. അതിദാരുണമായ രീതിയിലാണ് നമ്മുടെ കേരളം പോകുന്നത്. ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പറയുന്ന കേരളം ഇന്നിപ്പോൾ തെരുവുനായ്ക്കളുടെ നാടായി മാറിയിരിക്കുകയാണ്. അത്യാഗ്രഹമൂത്ത പേവിഷ വാക്സിൻ കമ്പനികൾ വാക്സിന്റെ ഗുണനിലവാരത്തിലും മായം ചേർക്കാൻ തുടങ്ങിയെന്നും അദ്ദേഹം ആരോപിച്ചു. ശവസംസ്കാര ചടങ്ങിനിടയിൽ തെരുവുനായ ആക്രമണങ്ങൾ വർദ്ധിച്ചിട്ടും നടപടി എടുക്കാത്തതിൽ ജോസ് മാവിലിയും നാട്ടുകാരും പ്രതിഷേധമറിയിച്ചു. Bobby Chamanur International Jeweler.